ഹായ് നമസ്കാരമുണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അടുത്ത് നിൽക്കുകയാണല്ലേ. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ നമുക്ക് വയനാട്ടിലൊരു ഫാമിലി റിസോർട്ട്സിൽ കളർഫുൾ ആക്കിയാലോ, അതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് മേപ്പാടി റിപ്പണിലുള്ള ലേവലോർ ബൈക്രസൻഡ ബോട്ടിക്യൂ റിസോർട്ടിലാണ്. കപ്പിൾ ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള റിസോർട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തിൽ ഒരു വട്ടെങ്കിലും ഞാനിവിടെ വന്ന് സ്റ്റേ ചെയ്ത് പോകാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. പിന്നെ നല്ല ഭംഗിയുള്ള കോട്ടേജുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡീലക്സ്, പ്രീമിയം, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ 11ഓളം റൂം വരുന്ന മേപ്പാടി റിപ്പണിലുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള മെയിൻലി കപ്പിൾ ഫാമിലിക്കാണ് ഞാൻ ഈ പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യുന്നത്. ഈ റിസോർട്ടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എഗെയിൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. 2 കാറ്റഗറി റൂമുകളാണ് ഇവിടെ വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഡീലക്സ് കാറ്റഗറി കോട്ടേജ് ആണ്. നമ്മളിപ്പോൾ 2 ഫാമിലി 2 കപ്പിൾസൊക്കെ ആയിട്ട് നിങ്ങൾ ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിൽ 2 കപ്പിൾസിന് ഒരേ കോട്ടേജിൽ സ്റ്റേ ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡിൽ 2 കോട്ടേജാണ്. സിംഹവാലം കുരങ്ങാണ് കേട്ടോ. കണ്ടില്ല, ഇവിടെ ഇങ്ങനെ പല ടൈപ്പിലുള്ള കുരങ്ങന്മാരൊക്കെ ഉണ്ടല്ലേ. സിംഹവാലം, കരിങ്കുരങ്ങ്, അങ്ങനെയുള്ളതാണോ. പക്ഷെ നമുക്ക് അക്രമകാരികളൊന്നും അല്ല കേട്ടോ. നമ്മൾ കോട്ടേജിൻ്റെ മുകളിൽ മരങ്ങളുണ്ട് ചുറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അനിമൽസ് അല്ലേ സൈറ്റിംഗ് ഒക്കെ അവിടെ കിട്ടും ഈ ഒരു പ്രോപ്പർട്ടി. പക്ഷെ നമ്മൾ ഉപദ്രവിക്കുകയൊന്നുമില്ല അല്ലേ. അവർ താഴോട്ട് ഇറങ്ങത്തില്ല. മുകളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിച്ച് അവരുടെ ടൈം അവർ സ്പെൻഡ് ചെയ്യും. ഒരു വീക്ക് ഡേയ്സിലൊക്കെ നിങ്ങളൊരു ഫാമിലി കപ്പിൾസൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ 3500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്ത് പോവാം. സ്വിമ്മിംഗ് പൂള്, കിഡ്സ് പാർക്ക്, അതുപോലെ കുറച്ച് ഇൻഡോർ ഗെയിംസ് വരുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. ബാർബിക്യൂ ഫെസിലിറ്റി, ക്യാമ്പ് ഫയർ, മ്യൂസിക്, ഇതൊക്കെ ആയിട്ട് നമുക്ക് മാക്സിമം ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന എല്ലാ എൻ്റർടൈൻമെൻറ്റും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇവിടുത്തെ ഡീലക്സ് കാറ്റഗറീൻ്റെ ഒരു ഏരിയയാണ്. ഈ ചുറ്റുവട്ടത്തായിട്ട് 5 ഡീലക്സ് റൂമുകളാണ് വരുന്നത്. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ 2 കോട്ടേജാണ്. ഇത് അവിടെയാണെങ്കിൽ ഇപ്പോൾ 2 കപ്പിൾസ് 2 ഫാമിലിയൊക്കെ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിൽ ഒരേ കോട്ടേജിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. താഴെയും മുകളിലും 2 റൂം. അത് ഡീലക്സ് കാറ്റഗറി റൂമുകളാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ചെറിയൊരു കിഡ്സ് പാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ കോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. ഇതേ കാണുന്നത് റെസ്റ്റോറൻ്റ് ആണ്. കിഡ്സ് പാർക്ക് ഉണ്ട് കേട്ടോ. അതായത് ഒരു ഹെവി അല്ല, ചെറിയ രീതിയിലുള്ള ഒരു കിഡ്സ് പാർക്കാണ്. ഊഞ്ഞാല്, ഇതെങ്ങനെ താഴോട്ട് കീഴ്ന്നിറങ്ങുന്ന സംഭവം, പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചെസ് ബോർഡ്, ടേബിൾ ടെന്നീസ്, അങ്ങനെയുള്ള ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ട്. മരത്തിൻ്റെ മുകളിൽ സിംഹവാലം കുരങ്ങുകൾ കുറേ ഉണ്ട് കേട്ടോ. റിസോർട്ടിൻ്റെ ഒരു 100 മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഒരു വ്യൂ പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് സൂചിപ്പാറ വാട്ടർഫോൾസിൻ്റെ പുറകു വശവും നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് വൈകുന്നേരത്തും മോർണിംഗിലൊക്കെ കോട ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. ഫോട്ടോ സീനറി കിട്ടും. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടുത്തെ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളുണ്ട്, ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട്. ഒരു ചെടികളൊക്കെ വെച്ച് ചുറ്റും ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ട് നല്ലൊരു ക്യൂട്ടായിട്ട് നമുക്ക് തോന്നും പ്രോപ്പർട്ടി ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ നമുക്കിനി സ്വിമ്മിംഗ് പൂളിന് അങ്ങോട്ട് പോവാം. പ്രോപ്പർട്ടി കുഴപ്പമില്ല, നല്ല പ്രോപ്പർട്ടിയാണ്. നല്ല സഹകരണമാണ് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ, നല്ല ബിഹേവിങ് ആണ്. പിന്നെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ല, നല്ലൊരു പീസ്ഫുൾ, നല്ല സൈലന്റ് ആയ ഒരു ഏരിയ ആണ്. കോട്ടേജ് വൈസ് ഒക്കെ അടിപൊളിയാണ്. അടിപൊളിയാണ്. കോട്ടേജ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഭംഗി, നല്ല ഒരു ഇഷ്ടപ്പെട്ടു അല്ലേ. ഇവിടെ മിക്ക ദിവസങ്ങളിലും മോർണിംഗിൽ ഞാനിവിടെ ഒരു 3-4 വട്ടം വന്ന് സ്റ്റേ ചെയ്താണ്. ഇവിടെ ഇറങ്ങും. സ്റ്റാഫുകൾ എല്ലാവരും ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഹോസ്പിറ്റാലിറ്റി എടുത്തു വരേണ്ടതാണ്. ഹോസ്പിറ്റാലിറ്റി വൈസ് ബെറ്റർ ആണ്. പിന്നെ ഓൾമോസ്റ്റ് ഗ്രില്ലിംഗ് സൗകര്യം ഉണ്ട്. ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരും. ഇനിയിപ്പം കപ്പിൾസ് ഒക്കെ ആയിട്ട് വരുന്നവർക്ക് വല്ല ക്യാൻറ്റീനിലെ ഡിന്നർ അങ്ങനെയൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ 2 കിലോമീറ്റർ അടുത്തായിട്ട് കാന്തൻപാറ വെള്ളച്ചാട്ടം, വാട്ടർഫോൾസ്. അപ്പൊ അവിടത്തേക്ക് ഇവരൊരു ട്രെക്കിംഗ് ഒക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 കിലോമീറ്റർ ഓഫ് റോഡ് ഒക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് ഇതുണ്ട്. ഈ ജീപ്പിന്റെ അകത്ത് അവര് കൊണ്ടുപോകും. ജീപ്പിനകത്ത് ഇവര് ഓഫ് റോഡ് ട്രെക്കിംഗ് കൊടുക്കുന്നുണ്ട് 2 കിലോമീറ്റർ. അപ്പൊ കാന്തമ്പാറ വെള്ളച്ചാട്ടം കാണാനും ആ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ നല്ലതാണ്. വീക്കെൻഡും സ്പെഷ്യൽ വെക്കേഷൻ സമയങ്ങളിലൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ റിസോർട്ടുകളിലും പ്രൈസ് വേരിയേഷൻ വരും. അതുപോലെ തന്നെ ഇവിടെയും പ്രൈസ് വേരിയേഷൻ വരും. അപ്പൊ എനിക്ക് തോന്നുന്നു സാധാരണ ദിവസങ്ങളിലൊക്കെ ഒരു 3500 രൂപ 4500 രൂപ കൊടുത്ത് ഫാമിലി കപ്പിൾസ് ആയിട്ട് വരുമ്പോൾ വർത്താണ്. നഷ്ടം നമുക്ക് ഫീൽ ചെയ്യില്ല.
പിന്നെ ഒരു മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി രാവിലെ കോട ഇറങ്ങുമോ നോക്കാം. പിന്നെ വെയിറ്റ് ചെയ്യാം. ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്ക് കാലത്ത് പോവാം. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ബാക്ക് സൈഡാണ്. പിന്നെ ഈ ലാൻഡ് സെയിൽ ഉണ്ടാവുന്നത് എവിടെയാണ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും, പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ വയനാട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പൊ ഭയങ്കര ഭയമാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ കളറാക്കാനും നല്ല അടിപൊളിയായിട്ട് ചില്ല് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫാമിലി കപ്പിൾസിനൊക്കെ വരാൻ പറ്റുന്ന നല്ലൊരു പീസ്ഫുൾ ആംബിയൻസിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ പ്രീമിയം കാറ്റഗറി കോട്ടേജുകളാണ് കേട്ടോ. 1, 2, 3 അങ്ങനെ 3 കോട്ടേജുകളാണ്. ടോട്ടലി 6 ബെഡ്റൂമാണ് ഇവിടെ പ്രീമിയത്തിൽ വരുന്നത്. പിന്നെ സ്വിമ്മിംഗ് പൂളാണ് മുകളിൽ കാണുന്നത്. കുറച്ചും കൂടെ ഉൾഭാഗത്തേക്കായിട്ടാണ് വരുന്നത്. ഈ പ്രീമിയം റൂംസുകൾ കുറച്ച് ഉള്ളിലോട്ടാണ്. ഡീലക്സ് കാറ്റഗറിയിൽ 5 റൂംസ് വരുന്നത് ഫ്രണ്ടേജിലാണ്. റിസപ്ഷൻ ഏരിയയോട് ചേർന്നിട്ടാണ് കോട്ടേജുകൾ വരുന്നത്. വ്യൂ പോയിന്റ് ആണ്. വ്യൂ പോയിന്റിൽ കോടയൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരത്തും രാവിലെയൊക്കെ നല്ല തണുപ്പായിരിക്കും, നല്ല കാറ്റും, റിലാക്സ് ചെയ്യാൻ പറ്റും. പ്രീമിയം കോട്ടേജുകൾക്ക് ബാൽക്കണി വരുന്നുണ്ട്. ബാൽക്കണി ഇൻക്ലൂഡ് ആയിട്ടാണ് പ്രീമിയം കോട്ടേജുകൾ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഹൈറ്റിലാണ് കണ്ടോ, കോട്ടേജിൻ്റെ ഒരു ഹൈറ്റ് നോക്കിയേ, ഹൈറ്റിലാണ്. പിന്നെ 2 റൂമുകളിലേക്കും 2 എൻട്രൻസ് വരുന്നുണ്ട്. ഓരോ റൂമിലോട്ടും സെപ്പറേറ്റ് എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് ഈ കാണുന്ന കോട്ടേജിലാണ് കേട്ടോ. ഞങ്ങൾ ഏറ്റവും ടോപ്പിലെ റൂമിലാണ്. കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു സ്വിമ്മിംഗ് പൂളാണ്. അത്യാവശ്യം ഫാമിലിക്കും കപ്പിൾസിനൊക്കെ ഇറങ്ങാൻ പറ്റുന്ന തരത്തിലാണ് പൂള് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പൂളിൻ്റെ സൈഡിൽ. പിന്നെ ഇവിടെ കുട്ടികൾക്കും അതുപോലെ തന്നെ അഡൾട്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ ഡീലക്സിലൊക്കെ വരുന്ന ആളുകൾക്കും പൂളും ഒക്കെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടുത്തെ ഒരു പ്രീമിയം കോട്ടേജും ഒരു കപ്പൽ ഷേപ്പിൽ വരുന്ന ഒരു കോട്ടേജാണ്. അതിൻ്റെ റൂംസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊരു പ്രീമിയം കോട്ടേജാണ് കേട്ടോ. ഒരു കപ്പലിൻ്റെ ഷേപ്പിലുള്ളൊരു കോട്ടേജാണ്. ഇവിടെ 2 ഫാമിലി 2 കപ്പിൾസിനൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ ഒരു ലിവിങ് ഏരിയ ഉണ്ട്, സിറ്റിംഗ് ഏരിയയാണ്. ഇതിൻ്റെ മുകളിൽ സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ഒരു പ്രീമിയം റൂംസ് കേട്ടോ. പ്രീമിയം റൂംസ് നല്ല അടിപൊളിയായിട്ട് നല്ല ആംബിയൻസ് ഒക്കെയാണ്. പിന്നെ പുറത്തേക്കൊരു ബാൽക്കണി ഉണ്ട്. പുറത്തോട്ടുള്ള ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ അതവിടെ ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് തൊട്ട് പുറകിൽ കാണുന്നത് ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അവിടുന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. ഞങ്ങൾ നൈറ്റിൽ പൂളിൽ ഇറങ്ങാൻ പോകാം കേട്ടോ. ഞാൻ ഇറങ്ങുന്നില്ല, എനിക്ക് ചെറുതായിട്ട് കോൾഡ് ഉണ്ട്. ഞാൻ ലക്ഷദ്വീപിലൊക്കെ പോയി വന്നതിന് ശേഷം നല്ല ജലദോഷമുണ്ട്. അപ്പോൾ നമ്മളെ ചങ്ങായി പൂളിൽ ഇറങ്ങുന്നുണ്ട്. മൂപ്പര് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പൂളിൻ്റെ ഒരു നൈറ്റ് വൈബാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മൊത്തം ലൈറ്റുകളൊക്കെ ഉണ്ട്. നല്ല രസമാണ്, നല്ല ഇതുണ്ട്. നമ്മുടെ കോട്ടേജ് ദേ ഇവിടെ തന്നെയാണ്, തൊട്ടടുത്താണ്. നമുക്ക് ഈ പ്രീമിയം റൂമുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകത പൂള് വളരെ നിയർ ബൈ ആയിരിക്കും. നമുക്ക് റൂമിൽ നിന്നൊക്കെ പൂളിലോട്ട് വരാനും പൂളിൽ ഇറങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് റൂമിലോട്ട് പോകാനൊക്കെ വളരെ ഈസിയാണ്. പൂള് പ്രീമിയം കോട്ടേജിൻ്റെ വളരെ നിയർ ബൈ ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പൂളിറങ്ങാൻ പോവുക, രണ്ടും കൽപ്പിച്ച് പൂളിറങ്ങാൻ പോവുകയാണ് ഗൈസ്. കണ്ടില്ല, ചാടിക്കോ. നോക്കിയോ വെള്ളം തണുപ്പുണ്ടോന്ന്? നല്ല തണുപ്പുണ്ട്. ഓക്കെ, എന്നാൽ ചാടിക്കോ. മനസ്സും ശരീരം ഒക്കെ ഒന്ന് തണുക്കട്ടെ, അതിൻ്റെ കുറവുണ്ട് നന്നായിട്ട്. അതിനായിട്ട് തണുപ്പുണ്ടോ? ഓവർ തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ വെള്ളം? നല്ല തണുപ്പുണ്ട്. വിറയ്ക്കുന്നുണ്ടല്ലോ നീ. ആണോ? ഫ്രഷ് അല്ലേ വെള്ളം? ലൈറ്റൊക്കെ ഇട്ടപ്പോഴത്തേക്കും അടിപൊളിയായിട്ടുണ്ടല്ലേ. കയറുകയാണോ?
ഇതെന്ത് വെർഷനാണ്? എന്ത് റെസ്റ്റ് ആൻഡ് പീസോ? ഇത് അടിപൊളിയായിട്ടോ. ഒന്ന് നീന്തിക്കേ. അങ്ങോട്ട് പോവാണ്ട്. ആ ട്യൂബ് എടുത്തിട്ട് അങ്ങോട്ട് സെൻറ്ററിലോട്ട് നീന്താങ്ങണ്ട്. ഗുഡ് മോർണിംഗ്. ഞങ്ങളിങ്ങനെ രാവിലെ എണീറ്റിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലെന്നല്ലേ, ഇവിടെ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിലായിട്ട് ഒരു 200 മീറ്റർ നടന്നാൽ മതി, നമുക്ക് അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ടോ. കോടയുണ്ട്, നന്നായിട്ടില്ല, പക്ഷെ ചെറിയ രീതിയിൽ കോടയുണ്ട്. നല്ല കാറ്റ് വീശുന്നുണ്ട്, നല്ല തണുപ്പായിരുന്നു ഇന്നലെ. ഓഹ്, അടിപൊളിയായിരുന്നു. രാവിലെ വേണ്ട ഫുള്ള് കോട മൂടിയിട്ടുള്ളൊരു ഇതാണ്. പുറത്തൊക്കെ നല്ല കോടയുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്. AC-ൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയും തണുപ്പായിരുന്നു. നല്ല കാറ്റ് വീശുന്നുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടില്ല ഇവർ, കണ്ടോ. മോർണിംഗിലത്തെ ആ ഒരു വൈബാണ്. എങ്ങനെയുണ്ട്? നല്ല കോടയുണ്ട് അല്ലേ? നല്ല കാറ്റ് വീശുന്നില്ല, ഭയങ്കര കാറ്റ് കേട്ടോ. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഞാനൊക്കെ ഇങ്ങനെ നിന്ന് വിറയ്ക്കുവാണ്. നമുക്കിന്ന് വ്യൂ പോയിന്റിലേക്ക് പോയാലോ അല്ലേ? നമ്മളിതേപോലെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളിതാണല്ലേ, നമ്മൾ താമസിക്കുന്നത് ഇപ്പോൾ ഡീലക്സിൻ്റെ ഒക്കെ കോട്ടേജുകളാണ്. ഇതിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. വരുന്ന വഴി കുറച്ചൊരു 800 മീറ്റർ ചെറിയൊരു കൺജസ്റ്റഡ് ആണ്, പക്ഷേ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് ആക്സസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ മോർണിംഗിലൊരു വൈബാണ് കേട്ടോ അപ്പോൾ നമ്മളീ കാണുന്നത്, കണ്ടോ. ഇവിടെയൊക്കെ നിറയെ കോട ഉണ്ടല്ലോ അല്ലേ? വാവ്, കണ്ടില്ലേ? കോട ഉണ്ടല്ലേ? പുറത്താണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല കോടയുണ്ട് ഇവിടെയൊക്കെ. ഞങ്ങൾ രാവിലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ. കൂടുതൽ ആളിത് ഫ്രണ്ടിൽ ഓടുന്നുണ്ട്. ഈ ഭാഗത്തും 2-3 റിസോർട്ടുകളൊക്കെ ഉണ്ട്. നമ്മളിത് ആ കാണുന്ന വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു ഹട്ടുണ്ട് കേട്ടോ. ഈ ഹട്ടിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ പോയിന്റ് ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ മുകളിലോട്ട് കയറാണ് ഗൈസ്, കണ്ടില്ലേ? എങ്ങനെ ഉണ്ടായി വ്യൂ പോയിന്റ്? ഒന്നും കാണുന്നില്ല കേട്ടോ, ഫുള്ള് കോടയാണ്. കോട ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. പൊന്നു അല്ലേ? ഈ മല കഴിഞ്ഞതിൻ്റെ അപ്പുറം 4 കിലോമീറ്റർ അപ്പുറത്ത് സൂചിപ്പാറ വാട്ടർഫോൾസ് ആണ്. മോർണിംഗ് സൺറൈസ് അല്ലേ? സൺറൈസ് ആയി വരുന്നേ ഉള്ളൂ അല്ലേ? ഈ ഭാഗത്താണ് കൂടുതൽ കോട. സെൻട്രലൊരു വെള്ളം, ഒരു ചെറിയൊരു അരുവി ഉണ്ടല്ലേ, ഫുള്ള് കോട കൊണ്ടുപോയിട്ടോ. മലയൊന്നും കാണാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ല. പൊളി. ഇതാണ് ഈ റിസോർട്ടിൽ വരുമ്പോഴുള്ളൊരു ഹൈലൈറ്റ്. മോർണിംഗ്, അതെ, നമ്മളിങ്ങനെ മോർണിംഗ് കുറച്ച് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് ആസ്വദിക്കും. അപ്പോൾ ഞങ്ങൾ വ്യൂ പോയിന്റിൽ നിന്ന് നേരെ ഇനി പ്രോപ്പർട്ടിയിലേക്ക് പോകാം കേട്ടോ. വ്യൂ പോയിന്റിൽ ഫുള്ള് കോട കാരണേ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ക്ലിയർ ആയിട്ട് അങ്ങ് കാണുന്നില്ല. നല്ല ഒരു ഫോറസ്റ്റ് ആംബിയൻസ് അല്ലേ? മോർണിംഗ് വാക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമല്ലേ? പക്ഷെ നല്ല കോട ഉണ്ടാവും കേട്ടോ ഇവിടെ. പ്രത്യേകിച്ച് ഇതിപ്പോൾ ഡിസംബർ ആയതുകൊണ്ടേ കുറച്ചുകൂടെ നല്ല തണുപ്പാണ്. മഞ്ഞ് വീഴ്ച ഉണ്ട് അല്ലേ?
ഗൈസ് മഞ്ഞ് പെയ്യുന്നുണ്ട് കേട്ടോ, മഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഡീലക്സ് കാറ്റഗറി റൂമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു കപ്പിൾസ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് പറ്റിയൊരു റൂമാണ്. ഈ റൂം നിങ്ങളൊരു വീക്ക് ഡേയ്സിലൊക്കെ എടുക്കുകയാണെങ്കിൽ 3500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കപ്പിൾസിന് ഇവിടെ സ്റ്റേ ചെയ്യാം. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് പുറത്തേക്ക് ചെറിയൊരു ബാൽക്കണി സ്പേസ് ആണ്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു ബാൽക്കണി സ്പേസ്, 2 ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. താഴത്തെ കോട്ടേജുകളും ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതാണ് ടോട്ടലി ഇവിടുത്തെ ഒരു വ്യൂ വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. നോർമലി ഇവർ ചെക്ക് ഇൻ ടൈം കൊടുക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്, 11 മണിക്കാണ് ചെക്കൗട്ട് ടൈം കേട്ടോ. അപ്പോൾ നമുക്ക് പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ മോർണിംഗിൽ കുറച്ച് നേരത്തെ എണീറ്റ് നിങ്ങളൊന്ന് വാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ പറ്റും. അടിപൊളിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലപോലെ റിലാക്സ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ ചെറിയ കോൾഡൊക്കെ ഉള്ളത് കൊണ്ട് പൂളിലൊന്നും ഞാൻ അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ 11 റൂമുകളാണ് വരുന്നത്. 2 കാറ്റഗറിയാണ്, ഡീലക്സ്, പ്രീമിയം, അങ്ങനെ ആയിട്ട് 11 ബെഡ്റൂം ഉള്ള ഒരു മനോഹരമായിട്ടുള്ള കപ്പിൾ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് ഞാൻ താഴെ ഒരു കോൺടാക്റ്റ് നമ്പർ കാണിക്കുന്നുണ്ട്. ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ റിസർവേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അടുത്ത് വരികയാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും എവിടെ പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വയനാട് മേപ്പാടി റിപ്പണിലുള്ള ലെവലോർ ബൈ ക്രസൻഡ ബോട്ടിക്യൂ റിസോർട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. പക്ഷേ നമ്മൾ എപ്പോൾ വന്നാലും നമുക്ക് നല്ല സർവീസ് ആയാലും സ്റ്റാഫുകളൊക്കെ ഭയങ്കര അടിപൊളിയാണ്, നമ്മളായിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഇവിടെ വരാനായിട്ട് വീണ്ടും വരാൻ തോന്നുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് വർത്തായിരിക്കും കേട്ടോ. അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭയങ്കര ഒരു ലക്ഷറി ലെവലിലൊന്നും കാണരുത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നിന്നുകൊണ്ട് നമുക്കൊരു 3500 രൂപ, 4000 രൂപ, 5000 രൂപ കൊടുത്തിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ സ്പെഷ്യൽ റേറ്റും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ക്യാമ്പ് ഫയറും ഒക്കെ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ ഇവിടെ ബാർബിക്യൂ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ന്യൂ ഇയർ ആയിട്ട് ഇവർ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ഇവിടുത്തെ സ്ലോട്ട് ഏകദേശം തീരാറായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കാണാം ഇനിയും ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളും യാത്രകളും ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി 2025 ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.